ോടാണ് ചോദിക്കുന്നത്? അത്തിയോടാണ് ചോദിക്കുന്നത്. നീ ഒരു കാര്യം അറിഞ്ഞോ? ഞങ്ങളുടെ മനസ്സിനെ മയക്കിയ ആ ധീരൻ ഞങ്ങളെ വിട്ടുപോയി. ആ ദുഃഖം കൊണ്ട് ഞങ്ങളുടെ അസ്ഥി പോലും കത്തിയെരിഞ്ഞു. ആ തീ ഇപ്പോൾ ഞങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് ചോദിക്കുന്നത് കുരുകുത്തി മുല്ലയോടാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് കുമ്പിട്ടു നിൽക്കുന്നത്? നന്ദപുത്രൻ നിന്നെ നിന്ദിച്ചോ? അവൻ്റെ പുഞ്ചിരിയോട് തോറ്റ തൊഴിച്ചിൽ നിനക്കവനോട് മറ്റു വിരോധങ്ങളൊന്നുമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത ആരോടാണ് ചോദിക്കുന്നത്? മാനുകളോടാണ് ചോദിക്കുന്നത് അല്ലേ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പതുങ്ങി ഓടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് മയിലുകളോടാണ് ചോദിക്കുന്നത്. പീലിക്കായി കൃഷ്ണൻ നിങ്ങൾക്ക് സമീപം വന്നിരുന്നോ? എന്താണ് അടുത്തത്? മയിലുകളോടാണ് ചോദിച്ചത്. എന്താണ്? പീലിക്കായി കൃഷ്ണൻ നിങ്ങളുടെ അടുത്തെങ്ങാനും വന്നിരുന്നോ എന്നാണ് ചോദിച്ചിരുന്നത്. എപ്പോഴും കൃഷ്ണൻ പീലി ചൂടുമായിരുന്നു. അതുകൊണ്ടാണ് മയിലിനോട് ചോദിച്ചത്. ഇനി അടുത്തത് കൈതയോട് ഒരു കാര്യം ചോദിച്ചാൽ നീ നുണ പറയരുത്, സത്യം മാത്രമേ പറയണം എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പ്രാണനാഥൻ ഈ വഴി വന്നിരുന്നോ? അവൻ്റെ ലക്ഷണം കരിമുകിലിൻ്റെ നിറം, നല്ല കറുത്ത മുടി, അല്പം കെട്ടിവെച്ചിട്ടുണ്ട്, കയ്യിൽ എപ്പോഴും ഓടക്കുഴൽ, കാലിൽ ചിലമ്പ്, മെയ്യിൽ അഴകുള്ള അലങ്കാരങ്ങൾ, മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിക്കും, മനോഹരമായ സംഭാഷണം, നെറ്റിയിൽ കുറുനിര വീണു കിടക്കും, അസാധാരണമായ ശോഭ, കുങ്കുമക്കുറി, കയ്യിൽ വള, സ്ത്രീകളെ മയക്കുന്ന ചിരി, നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്ന കള്ളനോട്ടം. ഇതൊക്കെയാണ് അവൻ്റെ രൂപത്തിന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവന് നീ കണ്ടിട്ടില്ലെങ്കിലും ഇല്ലെന്ന് പറയരുത്, അത് കേട്ടാൽ ഞങ്ങൾക്കുണ്ടാകുന്ന സങ്കടം നിനക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്രിയനെ തേടി എന്ന കവിതയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പാഠഭാഗം നമുക്കൊന്ന് നോക്കാം. ഏതായിരുന്നു അടുത്തതായിട്ട് പഠിക്കാനുള്ളത്? കുഞ്ഞുണ്ണി കവിതകളാണല്ലേ. അപ്പോൾ കുഞ്ഞുണ്ണി കവിതകൾ ആരാണ് എഴുതിയിട്ടുള്ളത്? കുഞ്ഞുണ്ണി ആശാൻ അല്ലേ. നമ്മളെ കുഞ്ഞുണ്ണി മാഷ ആരാണ്? നമ്മൾ ചെറിയ കവിതകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ആയിട്ടായി മിഠായി തിന്നുമ്പോൾ ഇഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. ആ കവിത ആരുതാണ്? കുഞ്ഞുണ്ണി മാഷിതാണ് അല്ലേ. പിന്നെ കുഞ്ഞുണ്ണി മാഷ് ഫേമസ് ആക്കിയിട്ടുള്ളത് ആരുതാണ്? എന്താണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വാക്കുകൾ? ഈ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ് അല്ലേ. ആ കുഞ്ഞുണ്ണി മാഷിൻ്റെ എഴുതിയതാണ് കുഞ്ഞുണ്ണി കവിതകൾ അല്ലേ. അപ്പോൾ കുറച്ച് വരികളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് കുഞ്ഞുണ്ണി കവിതകൾ എന്നതാണ്. അപ്പോൾ അതിൽ ഓർക്കുന്നുണ്ടോ? വരികൾ എന്തൊക്കെയാണെന്നുള്ളത് ഓർക്കുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം. മാനത്ത് മിന്നുന്നത് മാക്കാച്ചി തവളയുടെ കണ്ണാണ് എന്നും, വെള്ളത്തിൽ കിടക്കുന്നത് മാനത്തെ മാണിക്യമുത്താണ് എന്നും, പെണ്ണ് പൊന്നിൻ്റെ മറ്റൊരു രൂപമാണ് എന്നും, മണ്ണിൻ്റെ കട്ടച്ച ചോരയാണ് പൊന്നെന്നും, സ്വയം അറിയാത്തവൻ ആണ് താനെന്നും കവി പറയുന്നു അല്ലേ. ഇപ്രകാരം കവി പറയുന്നത് അദ്ദേഹം സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ടാണല്ലേ. പിന്നെ ഉണ്ണായി വാര്യർ ജനിച്ചത് ഇരിങ്ങാലക്കുടയിലുള്ള അകത്തോട്ടു വാര്യത്താണ് എന്നും പുറത്തോട്ടു വാര്യത്താണ് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഏത് വാര്യത്ത് ജനിച്ചാലും ഉണ്ണായി വാര്യർ ധാരാളം അറിവ് അകത്ത് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞുണ്ണി കവിതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വാര്യത്ത് ജനിച്ചാലും ഉണ്ണായി വാര്യർ ധാരാളം അറിവ് അകത്ത് ഊട്ടിയ ഒരു വ്യക്തി തന്നെയായിരുന്നു താൻ
കാവ്യത്തിൽ നേടിയ അറിവ് അദ്ദേഹം നളചരിതത്തിൻ്റെ രൂപത്തിൽ പുറത്തു കൂട്ടുകയും ചെയ്തു. ഒരൊറ്റ കൃതിയുടെ അദ്ദേഹം രചിച്ചിട്ടുള്ളൂ. കുറ്റമറ്റതായ ആ ഒരൊറ്റ കൃതി തന്നെ ധാരാളമായിരുന്നു അല്ലേ. അപ്പോൾ പെണ്ണു കാണാൻ പോകുമ്പോൾ കണ്ണ് മാത്രം കൊണ്ടുപോയാൽ പോരാ, ഒരു കണ്ണാടിയും കരുതണം എന്ന് കവി പറയുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ് പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണാടിയും കൂടെ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ടല്ലേ. കണ്ണ് മാത്രമല്ല കണ്ണാടിയും കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട് എന്ന് കവി പറയുന്നുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള വ്യക്തിയുടെ കുറ്റം മാത്രം കണ്ടാൽ പോരെന്നും സ്വന്തം കുറ്റങ്ങൾ ആ കണ്ണാടിയിലൂടെ തിരിച്ചറിയണമെന്നും ആണ് ആ ഒരാശയത്തിൽ പറയുന്നത് അല്ലേ. ഇവിടെ കണ്ണാടി ഒരു സുഹൃത്തും എന്താണ് അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? പെണ്ണ് കാണാൻ കണ്ണിനെ മാത്രമല്ല നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട, കണ്ണാടിയും കൂടെ കൊണ്ടുപോകണം. അതിലാണ് ഒന്ന് നമുക്ക് നമ്മുടെ രൂപം നോക്കുന്ന കണ്ണാടിയായിട്ടും വേറൊന്ന് നമ്മുടെ കണ്ണട ഉണ്ടല്ലോ, കണ്ണടയായിട്ടും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണാടി കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് പെണ്ണിൻ്റെ കുറ്റങ്ങൾ മാത്രമല്ല കണ്ടുപിടിക്കേണ്ടത്, സ്വന്തം മുഖം എങ്ങനെയാണ്, എനിക്കുള്ള കുറവുകളൊക്കെ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് കവി ഒന്നാമത്തത് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഈ കണ്ണാടി എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ കണ്ണിനെ മാത്രം കൊണ്ടുപോയാൽ പോരാ, കണ്ണാടിയും കൂടി വേണമെന്ന് പറയുന്നത് ഒരു സുഹൃത്തിനെയും കൂടെ കൂട്ടാം. ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ട എന്നാണല്ലോ, അപ്പോൾ ചങ്ങാതിയും കൂടെ കൂട്ടാം എന്നാണ് നമുക്കിതിൽ അർത്ഥമായിട്ട് എടുക്കാം. പിന്നെ മൂന്നാമത്തതായിട്ട് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ജീവിതത്തിലെ അവസാനം വരെ കൂടെ വേണ്ട ഒരാളാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം, നന്നായി വീക്ഷിച്ചിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുക്കാൻ എന്നാണ്. അപ്പോൾ നല്ലൊരു കണ്ണാടിയും കൂടെ കരുതുന്നത് നല്ലതാണ് എന്നാണ്, വീക്ഷണം വേണം എന്നാണ്, കാഴ്ച ഉണ്ടായിരിക്കണം എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് തെറ്റി എന്ന് പറയാൻ പാടില്ല എന്നാണ് കവി ഉദ്ദേശിച്ചത് അല്ലേ. അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണ് മാത്രം കൊണ്ടുപോയാൽ പോരാ, ഒരു കണ്ണാടിയും കരുതണം എന്നാണ് കവി പറഞ്ഞത് അല്ലേ. തിരഞ്ഞെടുക്കാനുള്ള വ്യക്തിയുടെയും കുറ്റം മാത്രം കണ്ടാൽ പോരെന്നും സ്വന്തം കുറ്റങ്ങൾ ആ കണ്ണാടിയിലൂടെ തിരിച്ചറിയണമെന്നും ആണ് ഒരാശയം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഇതിൽ പറയുന്നത്. ഇവിടെ കണ്ണാടി ഒരു സുഹൃത്തുമാകാം. വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനം പ്രധാനപ്പെട്ടതാകയാൽ പിന്നീട് ഒരു തിരുത്തൽ ഉണ്ടാക്കാൻ ഇടവരുത്തരുത്. അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കണ്ണടയും ഉപയോഗിക്കാം എന്നും അവിടെ അർത്ഥമുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല നേരത്തെ 2-3 അർത്ഥമാക്കിയിട്ടുള്ള കവി പറഞ്ഞത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 3 അർത്ഥങ്ങളാണ് ഈ കവിതയ്ക്ക് ഉള്ളത്. അപ്പോൾ കുറച്ച് ലൈൻസേ ഉള്ളെങ്കിലും അർത്ഥങ്ങൾ കുറേ ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ ഉള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വരികൾ ചെറുതാണെങ്കിലും ഉള്ളിലുള്ള ആശയങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ ഇതിലുള്ള 4-മത്തേന്ന് പറയുന്നത് നോക്കിയാലോ. അടുത്തത് എപ്പോഴും എന്തുകൊണ്ടാണ് പരിസരം വൃത്തിയാക്കുന്നത്? ചൂല് കൊണ്ടാണല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സ് വൃത്തിയാക്കേണ്ടത് എന്താണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്? മനസ്സിലൊരു ചൂലാവണം സൂക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ആ ചൂല് കൊണ്ട് നമ്മളെ എപ്പോഴും വീണ്ടും വിചാരങ്ങളൊക്കെ, തെറ്റായ വിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് അടിച്ച് നീക്കം ചെയ്യണം എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. എപ്പോഴും നാം പരിസരം വൃത്തിയാക്കുന്നത് ചൂല് ഉപയോഗിച്ചാണ് അല്ലേ. അത്തരമൊരു ചൂൽ ഉപയോഗിച്ച് സ്വന്തം മനസ്സും വൃത്തിയാക്കാം. മനസ്സിലെ ദുർവിചാരങ്ങൾ മുഴുവനും അത് ഉപയോഗിച്ച് നീക്കം ചെയ്യുകയാണെങ്കിൽ നാം നന്നാകാൻ മറ്റൊന്നും വേണ്ട, ഈ ചൂല് മാത്രം മതി എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാഠഭാഗത്തിൽ ഈ 4 കവിതകളാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കുഞ്ഞു കവിതകളാണ് ഇതിലുള്ളത്, വലിയ ആശയങ്ങളാണ് ഇതിൽ കൂടുതലും. അപ്പോൾ എന്തൊക്കെയാണ് അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇപ്പം നമ്മൾ 2 എണ്ണമാണ് ഇതിൽ ചർച്ച ചെയ്തത്, പ്രിയനെ തേടിയും അതുപോലെ തന്നെ കുഞ്ഞുണ്ണി കവിതകൾ. ഇനി അടുത്തതൊന്ന് നോക്കിയാലോ. അടുത്ത കവിത ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം അല്ലേ. സീതാ സ്വയംവരം, എഴുത്തച്ഛൻ്റെ സീതാ സ്വയംവരം അല്ലേ. മഹാഭാരതം കിളിപ്പാട്ടിലുള്ളതാണ് ഇത്, രാമായണം കിളിപ്പാട്ടിലുള്ളതാണത്. അപ്പോൾ ഈ ഒരു ചിത്രം നമ്മൾ സീതാ സ്വയംവരം എന്നതിൽ നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് വെച്ചാൽ രാമനും സീതയുമാണല്ലേ. അപ്പോൾ രാമൻ സീതയെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് രാമനും സീതയും കല്യാണം കഴിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സീതാ സ്വയംവരം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ സന്ദർഭമാണ് പറയാൻ പോകുന്നത് കേട്ടോ. ശിവഭഗവാന്റെ പള്ളിവിൽ കണ്ട് അതിയായ സന്തോഷമുണ്ടായ രാമചന്ദ്രൻ അത് കുലക്കാമോ എന്ന് വിശ്വാമിത്രനോട് അനുവാദം ചോദിച്ചു അല്ലേ. ആകുന്നതെല്ലാം ചെയ്തു കൊള്ളാൻ വിശ്വാമിത്രൻ പറയുകയും ചെയ്തു. അതുമൂലം വിവാഹം മാത്രമേ വന്നു ചേരുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു അല്ലേ. അപ്പോൾ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ പള്ളിവിൽ കണ്ട അതിയായ സന്തോഷമുണ്ടായ രാമചന്ദ്രൻ അത് കുലയ്ക്കാമോ എന്ന് വിശ്വാമിത്രനോട് അനുവാദം ചോദിച്ചു അല്ലേ. അപ്പോൾ വിശ്വാമിത്രനും രാമലക്ഷ്മണനും വിശ്വാമിത്രൻ തൻ്റെ യാഗത്തിന് വിഘ്നം ഉണ്ടാക്കിയിരുന്ന രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്താണ് രാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടല്ലേ കൊട്ടാരത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് വിശ്വാമിത്രൻ എവിടെ ചെല്ലുകയാണ്? നമ്മുടെ എന്താ പറയുക ജനത മഹാരാജാവിൻ്റെ ദേശത്ത് ചെല്ലുകയാണ്. എന്തിനാ ജനകനെ കാണുന്നത്? ആ സന്ദർഭം എന്താണ്? നമ്മുടെ മൈഥിലിയുടെ അല്ലെങ്കിൽ ജാനകിയുടെ അല്ലെങ്കിൽ സീതയുടെ സ്വയംവരം അവിടെ നടക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ശിവൻ്റെ വില്ല് കൊലച്ചിട്ട് വേണം ആ ഒരു കല്യാണത്തിൽ സീതയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. അപ്പോൾ രാമൻ ഈ ഒരു വില്ല് കണ്ടിട്ട് നല്ല സന്തോഷത്തോടു കൂടി വിശ്വാമിത്രനോട് അത് കൊലക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള രാജാക്കന്മാർ മുഴുവൻ അതിന് ശ്രമിച്ചിട്ട് നടന്നില്ല. അങ്ങനെ ഒടുവിലാണ് രാമൻ അത് കൊലയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ വിശ്വാമിത്രൻ എന്താണ് പറയുന്നത് അതൊന്ന് നോക്കാം നമുക്കിനി. വിശ്വാമിത്രൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകുന്നതെല്ലാം ചെയ്തോളൂ, ആ വില്ലോണ്ട് എന്തൊക്കെ പറ്റുക അതുകൊണ്ട് ചെയ്തോളൂ, ഇതുകൊണ്ട് എന്ത് മാത്രമേ നടക്കുള്ളൂ, വിവാഹം മാത്രമേ നടക്കുള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. വിവാഹമേ ഇതിൻ്റെ പരിമിത ഫലമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ മന്ദഹാസത്തോടെ രാമൻ മന്ദം നടന്ന് വില്ലിനടുത്തെത്തി അല്ലേ. വേഗത്തിൽ അത് എടുത്ത് കുലയ്ക്കുകയും പൊട്ടിക്കുകയും ചെയ്തു. അപ്പോഴുണ്ടായ ഭയങ്കരമായ ആ ഇടിയച്ച കേട്ട് 14 ലോകങ്ങളിലും പ്രകമ്പനം ഉണ്ടായി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം രാമൻ എന്ത് ചെയ്തു? ഇതിൻ്റെ താഴത്തേക്ക് ചെന്നിട്ട് ആ വില്ല് നിസ്സാരമായിട്ട് പൊന്തിച്ചിട്ട് അത് കുലയ്ക്കുകയും അത് പൊട്ടിക്കുകയും ചെയ്തു എന്നാണ്. അത് പൊട്ടുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ, ആ ശബ്ദം എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ഇടിയൊച്ച 14 ലോകങ്ങളിലും ഒരു ഞരക്കമുണ്ടായി, ഒരു പ്രകമ്പനം ഉണ്ടാക്കി എന്നാണ്. ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് ജനങ്ങളൊക്കെ വിസ്മയിച്ച് നിൽക്കുകയാണ് ചെയ്തത്. രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ പോയിട്ട് ഒളിക്കുകയാണ് ചെയ്തിട്ട്, ഉരകങ്ങളെ പോലെ നടുങ്ങി ഒളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സീതയ്ക്ക് എന്താണ്? സീതൽ മയിൽ പേടയെ പോലെ സന്തോഷം കൊണ്ട് എന്താണ് പറയുന്നത്. ജനങ്ങനും എന്തായി? ആശ്വാസമായി. സീതൻ്റെ കല്യാണം നടക്കാൻ പോവാണല്ലോ. അപ്പോൾ സീതയെ പരിചാരികമാരും അമ്മമാരും ചേർന്ന് നന്നായി അണിയിച്ചൊരുക്കി, നല്ല സുന്ദരിയായിട്ട് അണിയിച്ചൊരുക്കി എന്നാണ് പറയുന്നത്. മംഗളകരമായ മഞ്ഞൾ കുറിയണിഞ്ഞ മനോഹരമായ മൈഥിലി സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് വരണമാല്യവുമായി പതുക്കെ നടന്ന് രാമൻ്റെ അടുത്ത് വന്നു നിന്നു അല്ലേ. അപ്പം മൈഥിലി നല്ല സുന്ദരിയായിട്ട് നല്ല ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് വരണമാല്യവുമായിട്ട് നമ്മുടെ രാമനെ കല്യാണം കഴിക്കാൻ വേണ്ടി അടുത്ത് വന്ന് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ടിരുന്ന രാമന് അവൾ ആദ്യം നേത്രോൽപ്പല മാല കൊണ്ടും പിന്നീട് നേത്രോൽപ്പലമാലയും പിന്നീട് വരണമാലയും അണിയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം സീത നേത്രോൽപ്പലമാല അണിയിച്ചെന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ രാമൻ ഇങ്ങനെ സീതയെ നോക്കി നിൽക്കുകയാണല്ലോ. അപ്പോൾ സീത രാമൻ നോക്കിയിട്ട് ആദ്യം തൻ്റെ കണ്ണുകൾ കൊണ്ട് മാലയിട്ടു എന്നാണ് പറയുന്നത്. രാമന് സീതയ്ക്ക് വളരെയധികം ഇഷ്ടമായി. പിന്നീട് അത് വരണമാലയും ചാർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ സന്ദർഭം എന്ന് പറയുന്നത്. രാമൻ വരുന്നതും വിശ്വാമിത്രനോട് വില്ല് കുലയ്ക്കാമോ എന്ന് ചോദിക്കുന്നതും വിശ്വാമിത്രൻ അനുമതി കൊടുക്കുന്നതും രാമൻ അത് എടുത്ത് കുലയ്ക്കുന്നതും അത് പൊട്ടുന്നതും ആ ശബ്ദത്തിൽ അവിടെ നിന്നിരുന്ന ജനങ്ങൾ വിസ്മയിക്കുന്നതും രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ ഒളിക്കുന്നതും പിന്നെ എന്താണ്?
സീതയും ജനകനും ഒക്കെ സന്തോഷിക്കുന്നതൊക്കെ സീതയെ പരിചാരകന്മാരും അമ്മമാരും ചേർന്ന് അതിസുന്ദരിയായിട്ട് അണിയിച്ചൊരുക്കുന്നതും ഒക്കെയാണ് പഠിക്കാനുള്ളത് അല്ല. അങ്ങനെ സീത വന്നിട്ട് വരണമാല രാമനെ അണിയിക്കുന്നു. അത്രയാണ് ഇതിൽ ഈ സീതാ സ്വയംവരം എന്ന ഭാഗത്തിൽ സന്ദർഭം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്കൊന്ന് പോവാം. അപ്പോൾ അടുത്തത് ഏതാണ്? വാസവദത്ത അല്ലേ. വാസവദത്ത എന്ന് പറയുന്ന പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ അടുത്തത് നമുക്ക് വാസവദത്ത എന്ന പാഠഭാഗം ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വാസവദത്ത ഒന്ന് ചാപ്റ്റർ ഒന്ന് എടുക്കട്ടെ. മിസ് ചാപ്റ്റർ ഒന്ന് എടുത്തതിന് ശേഷം അതിൽ നോക്കാം. അപ്പോൾ വാസവദത്ത ഇതിനെ കുറിച്ചാണ് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പം നമ്മളിതിൽ കൂടുതലും പറയുന്നത് എല്ലാ പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കവിതയിൽ നിന്നുള്ള ഓരോരോ ഇമ്പോർട്ടൻറ്റ് പോർഷൻസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. കുമാരനാശാൻ്റെ കവിതയാണ് വാസവദത്ത. അപ്പോൾ ഇതിൽ നമ്മൾ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി തൻ്റെ തോഴിയുടെ അടുത്തേക്ക് ഇരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിതിൽ കാണുക ആദ്യം വാസവദത്ത എന്ന പാഠഭാഗത്തിൽ. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിത ആദ്യം നമ്മൾ വാസവദത്ത എന്ന പാഠം നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. അപ്പോൾ ഇനി ഇതിലെന്താണെന്ന് പറയാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗം എന്തൊക്കെയാണെന്ന് നോക്കാം. ഉത്തമധുര എന്നു പേരായ വടക്കൻ പ്രദേശത്ത് നീണ്ടു പോകുന്ന ഒരു രാജപാതയോട് തൊട്ട് കിഴക്ക് വശത്തായി മാനമൂട്ടുന്ന തരത്തിലുള്ള ഒരു മണിമാളിക. അപ്പോൾ എന്താണ്? ഉത്തരം മധുര എന്ന് പറയുന്ന ഒരു വടക്കൻ പ്രദേശത്ത് നീണ്ടു പോകുന്ന ആ രാജപാതയുടെ കിഴക്കൻ പ്രദേശത്തായിട്ട് ഒരു മണിമാളിക ഉണ്ട്. ആ മണിമാളികയിലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. പൊക്കം കുറഞ്ഞ മതിൽ ആയതിനാൽ മതിലിൻ്റെ അപ്പുറം ആളിരുന്നാൽ പോലും ആ പാതയിലൂടെ പോകുന്നവർക്ക് ആ മതിലിൻ്റെ അപ്പുറം നിൽക്കുന്ന ആളെ കാണാൻ വേണ്ടി പറ്റും. പിന്നെന്താണ്? ആ മതിലിന് വ്യാളി മുഖം വെച്ച് തീർത്തിട്ടുള്ള ഒരു വളഞ്ഞ വാതിലുണ്ട്. വ്യാളിമുഖം വെച്ച് തീർത്തിട്ടുള്ള ഒരു വളഞ്ഞ വാതിലൊക്കെ ഉള്ള ഒരു മതിലൊക്കെ കെട്ടിയിട്ടുള്ള ഒരു വലിയ മണിമാളികയാണ് നമ്മുടെ വാസവദത്തയുടെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ വാസവദത്ത എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണോ? അല്ല അല്ലേ. നല്ല അതിസമ്പന്നയായിട്ടുള്ള ഒരു യുവതിയാണ് വാസവദത്ത എന്ന് പറയുന്നത്. അപ്പോൾ മാളികയുടെ തെക്കേ മുറ്റാണ് നമ്മുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന എന്തുണ്ട്? ഒരു അശോക മരമുണ്ട് അല്ലേ. ആ അശോക മരത്തിൻ്റെ ചുവട്ടിൽ എന്തുണ്ട്? വെണ്ണക്കല്ലു കൊണ്ട് തീർത്ത ഒരു ചാരുമഞ്ചം. അപ്പോൾ ഈ അശോക മരം അല്ലേ നമ്മുടെ തെക്കേ മുറ്റാണുള്ളത്. ഈ തെക്കേ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ എന്തുണ്ടെന്നുള്ളത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അശോക മരമുണ്ട്. ഈ അശോക മരത്തിൻ്റെ ചുവട്ടിൽ വെണ്ണക്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചാരമഞ്ചത്തിൽ അതിൻ്റെ സൈഡിൽ ചാരിയിരിക്കാനുള്ള ഒരു ചരിഞ്ഞ് കിടക്കുന്ന ഒരു പൂമണമാർന്ന തലയണയിൽ ചാഞ്ഞിരിക്കുകയാണ് ആര്? നമ്മുടെ സുന്ദരിയായിട്ടുള്ള ഈ കഥാനായിക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ വാസവദത്തയാണ് നമ്മളിവിടെ പറഞ്ഞത്. വാസവദത്തയുടെ വീടിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. വീടും ആ ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ വാസവദത്ത കിടക്കുന്ന ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് വീടിൻ്റെ തെക്കേ മുറ്റത്ത് എന്താണ്? പടർന്നു പന്തലിച്ച് അശോക മരത്തിൻ്റെ താഴെ വെണ്ണക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചാരമഞ്ചത്തിൽ ചാരിയാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ വാസവദത്ത ഇരിക്കുന്നത്. അവൾ കസവ് കരയുള്ള പട്ടുചേല ഉടുത്തിട്ടുണ്ട്. കർണാഭരണങ്ങൾ പതിച്ച കല്ലുകൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. കവി പറയുന്നുണ്ട്. മുല്ലമൊട്ടും മാല അണിഞ്ഞ മുടി അല്പം കാണാൻ പറ്റുന്നുണ്ട്. അത് നല്ല തലയിൽ നല്ല മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടാണ് വാസവദത്ത ഇരിക്കുന്നത്. കസ്തൂരിക്കൊരിട്ട് മുഖത്തിന് കുതിച്ചു വരുന്ന ചന്ദ്രൻ്റെ അഴകാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ
നമ്മുടെ വാസവദത്തയുടെ മുഖത്തിന് ഉദിച്ചു വരുന്ന ചന്ദ്രൻ്റേത് പോലെയുള്ള അഴകാണ് എന്നതാണ് ആശാൻ പറയുന്നത്. മനോഹരമായ ഇടതുകാൽ വലത്തെ തുടയിൽ കയറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ വലത് കാല് ഇടത് തുടയിൽ കയറ്റി വെച്ചിട്ടാണ് ആരിയ്ക്കുന്നത്? വാസവദത്ത ഇരിക്കുന്നത്. കാലിന് തങ്കത്താമരയുടെ ഭംഗിയാണ് അല്ലേ എന്നും പറയുന്നുണ്ട്. കാലിനൊക്കെ കവി എന്താണ് വർണ്ണിക്കുന്നതായിട്ട് ഈ കാവ്യഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. രാമച്ച വിശറി പനിനീരിൽ മുക്കി തോഴിയെ കൊണ്ട് വീശിക്കുന്നുമുണ്ട് അല്ലേ. തോഴ എന്നൊക്കെ എന്താക്കുന്നുണ്ട്? വിശറി പനിനീരിൽ മുക്കിയിട്ട് നമ്മുടെ വാസവദത്തയ്ക്ക് ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീശലിനൊരു താളമുണ്ട്. കൈവള ഇങ്ങനെ കിലുങ്ങുന്നതിന് ഈ തോഴി ഇങ്ങനെ വീശുന്ന സമയത്ത് ആ കൈവള കിലുങ്ങുന്ന ഒരു താളമുണ്ട് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ പൂവമ്പൻ്റെ പട്ടമഹിഷിയെ പോലെ മതിമോഹിനിയായ ഒരു മഞ്ജുളാങ്കി ഇരിക്കുന്നതായിട്ടാണ് ഈ ഒരു ഭാഗത്തിലെ വർണ്ണന. പട്ടമഹർഷി അല്ലേ. ഭൂവർണ്ണൻ്റെ പട്ടമഹർഷി എന്ന് പറയുന്നത് ആരാണ്? കാമദേവൻ്റെ ഭാര്യ അല്ലേ. അതാണ് പൂവമ്പൻ്റെ മഹർഷി എന്ന് ഉദ്ദേശിക്കുന്നത്. അത്രയും സുന്ദരിയാണ് എന്നാണ്, അതിമോഹിനിയായിട്ടാണ് പറയുന്നത്. കാണുന്ന ആരെയും വശീകരിക്കുന്ന തരത്തിൽ അത്രയും സുന്ദരിയായിട്ടാണ് പറയുന്നത്. വാസവദത്തെ അത്രയും നല്ല മനോഹരിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വർണ്ണനകൾ ഇമ്പോർട്ടൻ്റ് ആണ്. വാസവദത്തയുടെ ആ ഒരു സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് കൂടുതൽ വിശദമായിട്ട് പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പിന്നീട് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എൻ്റെ ഭാഷ എന്നാണ് കവിതയിലാക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഭാഷ എന്ന് പറയുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു കവിതയാണ്. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന മറ്റുള്ള ഭാഷകൾ മർത്യന് പറ്റമ്മ തൻ ഭാഷത എന്ന് പറയുന്നത് അല്ലേ. അതിലാണ് നിങ്ങളുടെ പാഠഭാഗം തുടങ്ങുന്നത്. അപ്പോൾ വള്ളത്തോൾ കൃത്യമായിട്ട് എന്താണ് പറയുന്നത്? നമ്മുടെ ഭാഷ എന്താണെന്നാണ്? നമ്മുടെ പെറ്റമ്മയാണ്, പോറ്റമ്മയാണ്. മറ്റുള്ള ഭാഷകൾ നമ്മളിപ്പോൾ ഇവിടെ ജനിച്ചിട്ട് വേറെ ഏത് നാട്ടിൽ പോയിട്ട് ഇംഗ്ലീഷോ ഹിന്ദിയോ എന്താണെങ്കിലും പഠിച്ചു കഴിഞ്ഞാലും അതൊക്കെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? പോറ്റമ്മകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ വേറെ ഭാഷകളൊന്നും അറിയാം. അപ്പോൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? സ്നേഹിക്കേണ്ടത് ആരാണെന്നാണ് പറയുന്നത്? അത് നമ്മുടെ പെറ്റമ്മയായിട്ടുള്ള മലയാള ഭാഷയാണെന്നാണ് കവി പറയുന്നത് അല്ലേ. മറ്റു ഭാഷകൾ വെറും പോറ്റമ്മ മാത്രമാണ്. അമ്മയുടെ പാല് മുതിർന്നാലേ കുഞ്ഞിന് വേണ്ടത്ര വളർച്ച ഉണ്ടാകൂ എന്നാണ് പറയുന്നത് അല്ലേ. അമൃത് പോലും എന്താണ്? കുഞ്ഞിന് ആസ്വാദ്യകരമാകുന്നത് അമ്മ നൽകുമ്പോഴാണെന്നാണ് കവി കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്. അപ്പം അമ്മമാരാണ് എന്ത് കുട്ടികൾക്ക് അതിൻ്റെ ബലം കിട്ടുള്ളൂ. അമ്മ കൊടുക്കുന്ന അമ്മിഞ്ഞ പാല് കുടിച്ചിട്ടാണ് കുട്ടിക്ക് വേണ്ട വളർച്ച ഉണ്ടാവും. കുടിച്ചിട്ടില്ലെങ്കിൽ കുട്ടിക്ക് കിട്ടേണ്ട വളർച്ച കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? മാതൃഭാഷയിലൂടെ കിട്ടിയാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്താണ്? ഇപ്പോൾ ഇംഗ്ലീഷ് കഥ നമ്മൾ ഇംഗ്ലീഷിലാണ് വായിക്കുക അല്ലേ. നമ്മളിപ്പോൾ ഏത് മനസ്സിലാക്കുക? ഭാഷയിലാണ് മനസ്സിലാക്കുക. അത് മലയാള ഭാഷയിലാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലേ. ഏത് ഭാഷയാണെങ്കിലും ഹിന്ദി ആണെങ്കിൽ കൂടി നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ എന്താണ്? അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഭാഷയിലാണ്. ഏത്? മലയാള ഭാഷയിലാണ്. വായിക്കുന്നത് എഴുതുന്നത് ഹിന്ദിയിലായെങ്കിലും നമ്മൾ മനസ്സിൽ എന്താണ്? ആശയം ഏത് ഭാഷയിലാണ് ആശയം നിൽക്കുക? നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തിലാണ്. അപ്പോൾ എത്ര വലിയ ആശയങ്ങളാണ് സ്വന്തം ഭാഷയിലൂടെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ എന്നാണ് കവി നമ്മളോട് പറയുന്നത്. ഏതൊക്കെ വേദമായാലും ശാസ്ത്രമായാലും കാവ്യമായാലും അത് ഉള്ളിൽ കൊള്ളണമെങ്കിൽ മാതൃഭാഷയിൽ കേൾക്കണം അല്ലേ. അപ്പോൾ എത്ര വലിയ വേദങ്ങളും പഠിച്ചിട്ടും ശാസ്ത്രം പഠിച്ചാലും ഒക്കെ എന്താണ്? അത് നമ്മളത് പഠിക്കുന്നത് നമ്മുടെ ഭാഷയിലാണെങ്കിൽ അത് കൊള്ളേണ്ട രീതിയിൽ കൊള്ളുള്ളൂ, നമുക്കത് നല്ല രീതിയിൽ കിട്ടുള്ളൂ എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. മാതൃഭാഷയുടെ തുള്ളികൾ ഹൃദയപുഷ്പത്തിൽ തേൻകണം നിറയ്ക്കുമ്പോൾ അന്യഭാഷാ ബിന്ദുക്കൾ അതിന് പുറത്ത് മുത്തുമണികൾ പോലെ തിളങ്ങി നിൽക്കുകയേ ഉള്ളൂ അല്ലേ.
അപ്പോൾ എന്താണ്, നമ്മുടെ സ്വന്തം ഭാഷ ഹൃദയമാകുന്ന പുഷ്പത്തിൽ തേൻ നിറയ്ക്കുന്ന സമയത്ത് മറ്റുള്ള ഭാഷകൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് മുത്തുമണികൾ പോലെ, കുറച്ച് വെള്ളത്തുള്ളികൾ പോലെ തിളങ്ങി നിൽക്കുക മാത്രമേ ഉള്ളൂ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത്, രാമായണവും മഹാഭാരതവും നീതിപൊരുളും ഉപനിഷത്തുകളുമെല്ലാം പരിഭാഷയിലൂടെ സ്വന്തമാക്കാൻ മലയാളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ രാമായണം ആണെങ്കിലും മഹാഭാരതം ആണെങ്കിലും തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചില്ലേ, സീതാ സ്വയംവരം. അത് സത്യത്തിൽ എന്താണ്, നമ്മൾ പറഞ്ഞു എഴുത്തച്ഛനാണ് അത് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു. രാമായണം കിളിപ്പാട്ടിലെ വരികളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ്, സംസ്കൃതത്തിൽ നിന്നാണ് ഈ മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും ഒക്കെ നമ്മൾ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള രീതി എന്ന് പറയുന്നത് ഒക്കെ മലയാളത്തിലുള്ള പരിഭാഷ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് എത്രത്തോളം സമ്പന്നയാണ് അല്ലേ. അപ്പോൾ ശക്തിഹീനയാണ് എന്നാണ് നമുക്ക് നമ്മുടെ ഭാഷയെ വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ഭാഷ ശക്തിഹീന ആണെന്ന് ആർക്ക് പറയുമെന്ന് ആരാണ് പറയുന്നത് എന്നാണ് വള്ളത്തോൾ ചോദിക്കുന്നത്. ദേവഭാഷയായ സംസ്കൃതം പണ്ടേ മലയാളത്തിൻ്റെ തോഴിയാണ് അല്ലേ. അന്യനാടുകളിൽ നിന്നും പഠിച്ചു വന്ന അറിവ് മാതൃഭാഷയ്ക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ധന്യതയ്ക്ക് അവകാശമില്ല എന്നാണ് പറയുന്നത്. അവരുടെ അധ്വാനം വെറുതെയാണ് എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ കവി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാതൃഭാഷ ഇപ്പോൾ മലയാളമായിട്ട് നമ്മളിപ്പോൾ അന്യനാടുകൾ പോയിട്ട് ഏതൊക്കെ ഭാഷ പഠിച്ച് വന്നു കഴിഞ്ഞാലും തിരിച്ച് നാട്ടിലെത്തിയിട്ട് അത് നമ്മൾ മാതൃഭാഷയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഒന്നും തന്നെ നൽകിയിട്ടില്ല എങ്കിൽ എന്താണ്, നമ്മുടെ അധ്വാനം മുഴുവൻ വെറുതെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ധന്യതയ്ക്ക് സ്വന്തം ഭാഷയെ പറ്റി പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാൻ ധന്യതയ്ക്കുള്ള അവകാശം ഇല്ല എന്നാണ് കവി കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. വായിക്കാൻ വേണ്ടത്ര നല്ല പുസ്തകങ്ങൾ മലയാളത്തിന് ഇന്നില്ല. ഇതെത്ര ദുഃഖകരവും ലജ്ജാവഹവുമാണ് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ ഭാഷ അത്രയും മഹത്വമാണ് എന്ന് പറഞ്ഞിട്ട് വേണ്ടത്ര കൃതികൾ, വായനയ്ക്ക് സുഖമുള്ളത് തരത്തിലുള്ളത് കൃതികൾ എന്ന് നമുക്ക് മലയാളത്തിൽ കുറവാണ്. അപ്പോൾ എന്താണ് കവി പറയുന്നത്, ഈ വാർത്ത ഏറ്റവും ദുഃഖകരമാണ്, കവിയെ സംബന്ധിച്ച് ലജ്ജാവഹമാണ് എന്നാണ്, ഇതിൽ നാണിക്കണം എന്നാണ് കവി പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഭാഷയോടായിരിക്കണം കൂടുതൽ കൂറ് കാണിക്കേണ്ടത്. നമ്മുടെ ഭാഷ ഏതാണ്, നമ്മുടെ രചനകൾ നിർവഹിക്കേണ്ടത് നമ്മുടെ ഭാഷയിലായിരിക്കണം, നമ്മുടെ ആശയങ്ങൾ സംവരിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ കവി മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ പുത്രധർമ്മങ്ങൾ മറക്കരുത് എന്നാണ് കവി നമ്മളോട് പറയുന്നത്. മാതൃഭാഷയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആധിപത്യത്തിനും നാം അർഹരല്ല. മാതൃഭാഷയെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇവിടെ നമുക്കൊരു സ്ഥാനമില്ല എന്നാണ് കവി പറയുന്നത്. ഇത് നമ്മുടേതാണ് എന്ന് പിടിച്ചു വെക്കാനുള്ള ഒരു അർഹത നമുക്കില്ല എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. സ്വന്തം ഭാഷയുടെ മുന്നിൽ കുനിയുന്നവനെ തല ഉയർത്തി നടക്കാനാകൂ. അപ്പോൾ സ്വന്തം ഭാഷയുടെ മുന്നിൽ സ്നേഹവും ആദരവും ഒക്കെ കാണിച്ച് കുനിയുന്നവനാണ് മാത്രമേ എന്ത് വെച്ചുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ലോകത്ത് തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുള്ളൂ എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് ബുദ്ധിമാന്മാരായ നിങ്ങൾ ഭാഷയുടെ സ്വത്ത് വികസിപ്പിക്കാൻ മടി ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ എൻ്റെ ഭാഷ എന്ന ഭാഗത്ത് കവി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ എന്താണ് മാതൃഭാഷയുടെ പേരിൽ മലയാളികളാണ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാനോ ദുരഭിമാനം പെടാനോ പാടില്ല. നമ്മളിവിടെ നമ്മുടെ ഭാഷ മലയാളമാണ് എന്ന് തല ഉയർത്തി പിടിച്ച് തന്നെ പറയണം. അപ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് നല്ല നല്ല സംഭാവനകൾ നൽകണം, അതിൻ്റെ സ്വത്ത് വികസിപ്പിക്കണം, അതിൽ നല്ല നല്ല കൃതികൾ സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. പുതിയ കാലത്തിലെ കവികളും കവയിത്രികളും ഒക്കെ വരുന്നത് നല്ല നല്ല സംഭാവനകൾ കൊണ്ടായിരിക്കണം എന്നൊക്കെയായിരിക്കും കവി ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്.
അപ്പോൾ കവിതയിലെ വരികൾ നമ്മൾ കൃത്യമായിട്ട് വായിക്കുക. ഇതാണ് ഇതിൻ്റെ ആശയം എന്നുള്ളത് കാര്യമൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്.